മൗലവി, താങ്കൾ ഇറാനുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളല്ലേ? ഇറാനൊക്കെ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ ആത്മീയ നേതാക്കളുടെ അതിഥിയായി ചെല്ലുകയും അതുപോലെ അവിടെയുള്ള ആത്മീയ നേതാക്കളെ താങ്കൾ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇറാനിൽ ഇപ്പോൾ ഈ റംസാൻ മാസത്തിലുണ്ടായ സംഭവ വികാസങ്ങളും അതുപോലെ അവിടുത്തെ പരമോന്നത നേതാവ് ഖൊമൈനി കൊല്ലപ്പെട്ട അടക്കം ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇറാനിൽ നടക്കുന്ന സംഗതികൾ നമ്മുടെ മീഡിയകളൊക്കെ നമുക്ക് തരുന്ന ചിത്രങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ വളരെ വലിയ അകലമുണ്ട്. ആയത്തുള്ള അലി ഹുസൈനി ഖാംനഈ കൊല്ലപ്പെട്ടത് തീർച്ചയായിട്ടും വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ്. പക്ഷേ യാഥാർത്ഥ്യം അദ്ദേഹം രക്തസാക്ഷിത്വം കൊതിച്ചിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഇറാൻ സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുമായി ഞങ്ങൾക്ക് ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. സെക്രട്ടറി എന്ന് പറയുന്നത് തന്നെ 75 വയസ്സുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അന്ന് കോവിഡ് ബാധിതനായി വിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ സമീപിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ളൊരു മെസ്സേജ് ഈ സെക്രട്ടറി ഞങ്ങൾക്ക് വായിച്ചത്, എൻ്റെ രക്തസാക്ഷിത്വത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അലി ഖാംനഈ എന്ന ഇറാനിയിലെ ആത്മീയ നേതാവ് എന്ന് പറയുന്നത്. ഇറാൻ ജനതയെക്കുറിച്ചും ഇറാൻ ജനതയുടെ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ അറിയുന്ന ആളുകൾ ഈ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളൊന്നും വിശ്വസിക്കില്ല. അങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ജനതയല്ല അവർ. അവരുടെ വിശ്വാസവും അവരുടെ നിശ്ചയദാർഢ്യവും അവരുടെ പാരമ്പര്യവും അവർ കൈമാറുന്ന തലമുറകളായി കൈമാറുന്ന പൈതൃകവുമൊക്കെ ഇച്ഛാശക്തിയുടെയും പിന്നെ പോരാട്ടത്തിൻ്റെതുമാണ്. കർബലയിൽ നിന്നാണ് അവർ ഊർജ്ജം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനത എങ്ങനെയാണ് ഉത്തേജിപ്പിക്കപ്പെടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ അങ്ങ് പരാജയപ്പെടുത്താനും അങ്ങനെ ബോംബിട്ട് കൊന്നു തീർക്കാനൊന്നും സാധിക്കുന്ന ഒരു ജനതയല്ല. റിസാ ഷാ പഹലവിയുടെ ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് നേര്. പക്ഷേ അവർക്കൊന്നും ഇറാനിലെ ഈ മുഖ്യധാരാ സമൂഹത്തെ പരാജയപ്പെടുത്താനോ കയറിയിരിക്കാനോ കഴിയില്ല. ഇനി അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇടപെട്ടിട്ട് അവിടെ ഒരു പാവഭരണകൂടത്തെ വെച്ചു നോക്കുക, 6 മാസം അവർക്ക് തികച്ച് ഭരിക്കാൻ കഴിയില്ല. ആ ജനത അതിന് സമ്മതിക്കില്ല. ഒരു നാട്ടിലെ ജനത ഒരു ഭരണകൂടത്തെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആ ഭരണകൂടം മുന്നോട്ട് പോകുന്നതിന് അവർ തൃപ്തരാണെങ്കിൽ, മറ്റ് രാജ്യങ്ങൾക്ക് അതിലെന്താണ് കാര്യം? ഒരു ജനതയുടെ ഇച്ഛാശക്തിക്കെതിരെ നിലകൊള്ളാനും ഒരു നാട്ടിൽ കടന്നു കയറി ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെയുള്ള നേതാക്കളെ കൊന്നു തീർക്കാനും ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനൊക്കെ ആരധികാരം കൊടുത്തു? എന്നിട്ട് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടാടുന്നത് എന്നുള്ളത്, അതാണ് ദയനീയമായ ഒരു ചിത്രം എന്ന് പറയുന്നത്. പിന്നെ കെട്ടിയിട്ട് നാട് കടത്തി ഇറാനിലെ ഭരണാധികാരിയെ കൊന്നുകളഞ്ഞു. അവിടെയുള്ള ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷിക്കുന്നു, സ്കൂളിൽ ബോംബ് വർഷിക്കുന്നു, കുട്ടികളെ കൊന്നുകളയുന്നു. ഇതൊക്കെ എത്രമേൽ അധാർമികമായ നടപടിയാണ്, എത്ര വലിയ തമ്മാടിത്തമാണ് രാജ്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഇറാനിൽ ഇവർ ബോംബുകൾ പിന്നെ ബോംബിട്ടേക്കാം, ആ നാട്ടുകാരെ കൊന്നൊടുക്കിയേക്കാം. പക്ഷേ ഇറാൻ പരാജയപ്പെടുകയില്ല, ഇറാനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. ആ നാട്ടുകാരുടെ വിശ്വാസവും ഇച്ഛാശക്തിയും അത്തരത്തിലുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഈ ആയത്തുള്ള ഖാംനഈ മരണപ്പെട്ടതിന് ശേഷം ലോകം മുഴുവൻ എങ്ങനെയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് നോക്കൂ. എല്ലാവരും അദ്ദേഹത്തെ രക്തസാക്ഷി, ഇപ്പോൾ സുന്നി ഷീ വ്യത്യാസമില്ലാതെ, മതജാതി വ്യത്യാസമില്ലാതെ, നീതി ആഗ്രഹിക്കുന്ന, ധർമ്മം ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ഖാംനഈയെ കൊണ്ടാടുകയാണ്. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ഖാംനഈയേക്കാൾ കൂടുതൽ പ്രശസ്തനാകുന്നത്, സ്വീകാര്യനാകുന്നത് കൊല്ലപ്പെട്ട ഖാംനഈയാണ് എന്നുള്ളതാണ് നേര്. അപ്പോൾ ഒരു ലോക സമൂഹത്തിൻ്റെ ഐക്കണായി, നീതിയുടെ ഒരു ഐക്കണായിട്ട്, ഒരു നീതിയുടെ അംബാസഡറായിട്ട് അലി ഖാംനഈ മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആംഗിത്തമ്പുരാക്കന്മാർക്കൊന്നും ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലിലാണ് ഇപ്പോൾ ഇറാൻ പിടിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അവർ അടച്ചിരിക്കുന്നു. ഇനി എണ്ണയുടെ ഒഴുക്കൊക്കെ കാര്യമായിട്ട് കുറയും. ലോകരാഷ്ട്രങ്ങൾ നിലവിളിക്കാൻ തുടങ്ങും. ഇനി ഒരു രക്ഷയില്ല എന്നാണ് ഇറാൻ വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ വരും. എനിക്ക് തോന്നുന്നു ഈ യുദ്ധം ലോകത്തിൻ്റെ അച്ചുതണ്ട് മാറാനുള്ള, ലോകത്തിൻ്റെ ദിശ മാറാനുള്ള ഒരു യുദ്ധമാണ്. അമേരിക്കയുടെ കൈകളിൽ നിന്ന് ചൈനയുടെയും റഷ്യയുടെയും കൈകളിലേക്ക്
ലോകത്തിൻ്റെ ഫോക്കസ് മാറുന്ന ഒരു യുദ്ധമാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മൊത്തം ലോകരാഷ്ട്രീയം മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചോദ്യം കൂടി മൗലവി, അതായത് ഇറാനിൽ നിരന്തരം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും അതുപോലെ ഹിജാബ് ധരിക്കാത്ത പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആരോപണം ഉണ്ട്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒരിക്കലുമില്ല. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകളുടെ വിമോചനത്തിനും സ്ത്രീകളുടെ തുല്യതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇറാനിൽ പലവട്ടം പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇറാനിൽ ഈ പറഞ്ഞതൊന്നുമില്ല. അവിടെ ഹിജാബ് പ്രശ്നമായി വരുന്നത്, അവിടെയുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് വരുന്നതൊക്കെ ഭരണകൂട വിരുദ്ധ വികാരങ്ങളുടെ അല്ലെങ്കിൽ ഭരണകൂട വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഒരു മറ എന്നുള്ള നിലക്കാണ്. ഈ ഷായുടെ അനുയായികൾ, അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒത്താശയോടുകൂടി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ നേർക്ക് നേരെ ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം മതപരമായ ഒരു സിമ്പൽ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ തെഹ്റാനിലും ഇസ്ഫഹാനിലും ഖുമ്മിലും മഷ്ഹദിലും ഗുർഗാനിലുമുള്ള നഗരങ്ങളിലൂടെ ഒക്കെ നമ്മൾ നടക്കുമ്പോൾ ഇഷ്ടം പോലെ അവിടെയുള്ള എല്ലാ പോസ്റ്റിലും ഇരിക്കുന്നത് പെൺകുട്ടികളാണ്. അവർ തലയിൽ തട്ടിട്ടവരുണ്ട്, തട്ടിടാത്തവരുണ്ട്, പിന്നെ ചെറിയ വസ്ത്രം ധരിച്ചവരുണ്ട്, വലിയ വസ്ത്രം ധരിച്ചവരുണ്ട്, മക്കരെ പിന്നെ പർദ്ദ ധരിച്ചവരുണ്ട്, ധരിക്കാത്തവരുണ്ട്. അവരുടെ സൗകര്യത്തിൽ അവർ ജീവിക്കുന്നത്, അവിടെ ഒന്നൊരു പ്രശ്നമില്ല. പിന്നെ രാജ്യവിരുദ്ധമായ ഗവൺമെൻറ് വിരുദ്ധമായ പോരാട്ടങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മറയുണ്ടാക്കിക്കൊണ്ടാണ് ഈ ഷാ അനുകൂലികൾ എക്കാലവും സമരം ചെയ്തിട്ടുള്ളത്. അത് ഗവൺമെൻറ് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരെ പിടിക്കുന്നതും തുറുങ്കിലടക്കുന്നതും. അല്ലാതെ അതൊരു ഹിജാബിൻ്റെ പ്രശ്നമോ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമോ ഒന്നും ആയിരുന്നില്ല. വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇക്കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.